പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്കറിയാം അത് കൊലപാതകമാണ്. അവരുടെ ആ ബോഡിയുടെ കിടപ്പ് കണ്ടിട്ട് അത് മനസ്സിലാക്കാം. ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളതായും ആ ബോഡിയുടെ കിടപ്പ് അങ്ങനെയായിരുന്നു. അമ്മിക്കുട്ടി എന്നൊക്കെ പറയും. അതെടുത്ത് തലയ്ക്ക് കുത്തിയിട്ടാണ് കൊലപ്പെടുത്തുന്നത്. പല ആളുകളും വന്നു പോകാറുണ്ട് അവിടെ. അത്യാവശ്യം ഒരു മദ്യപിക്കുന്ന സ്വഭാവക്കാരിയാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട ടീച്ചറുടെ വീടിൻ്റെ ലൊക്കേഷനിൽ ആ നമ്പർ വന്നിട്ടുണ്ട്. സാറേ, അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഒരിക്കൽ നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഒരു ബാക്കിൽ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ സൈഡ് സീറ്റിൽ ട്രെയിനിങ്ങിന് വന്നപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഇവനിരിക്കും. എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. സർ, 2019 ഫെബ്രുവരി 28 തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാളിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ഒരു അധ്യാപിക ശോഭന വീടിനുള്ളിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഒരു കവർച്ചാശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്നായിരുന്നു നിഗമനം. 2019 ഫെബ്രുവരി 28 ഇവരുടെ മൃതദേഹം കണ്ടെത്തിയതെങ്കിലും 2 ദിവസം മുൻപാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. അപ്പോൾ ഇതിലെ പ്രതിയിലേക്ക് എത്തിയതും സാർ കൂടി ഭാഗമായ ഒരു അന്വേഷണ സംഘമാണ്. അപ്പോൾ ആ ഒരു കേസിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? അന്ന് ഞാൻ തൃശ്ശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിൽ, ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നമ്മുടെ യതീഷ് ചന്ദ്ര സാർ IPS, യതീഷ് ചന്ദ്ര IPS, ഇപ്പോഴത്തെ DIG, കണ്ണൂർ എറണാകുളം DIG ആണെന്ന് യതീഷ് ചന്ദ്ര സാർ, അവരുടെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അതിരാത്രത്തിൻ്റെ നാടായ പാഞ്ഞാൾ, ഞാൻ ആ നാട്ടുകാരനാണ്. പാഞ്ഞാൾ എൻ്റെ പഞ്ചായത്താണ്. പാഞ്ഞാളിലേക്ക് പോകുന്ന ആ റോഡിൻ്റെ അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ നാട് കൂടിയായിട്ടുള്ള പാഞ്ഞാളിൽ ഈ ദാരുണമായ കൊലപാതകം കാണും. ആ ഒരു അയ്യപ്പങ്കാവ് ക്ഷേത്രമുണ്ട്, യാഗഭൂമി, ഈ അതിരാത്രം നടന്ന ഭൂമിയുണ്ട്, അതിനോട് ചേർന്നിട്ട് ഉള്ള സ്ഥലമാണ് ഈ അയ്യപ്പങ്കാവ് ക്ഷേത്രം. ലക്ഷ്മിനാരായണ ക്ഷേത്രം, അയ്യപ്പങ്കാവ് ക്ഷേത്രം. പാഞ്ഞാളിൻ്റെ പറയുകയാണെങ്കിൽ പാഞ്ഞാൾ നമ്പൂതിരി ഇല്ലങ്ങളുടെ നാടാണ്. പാഞ്ഞാൾ 10 മന എന്നൊക്കെ പറയും. നമ്പൂതിരി ഇല്ലങ്ങളുടെ വലിയ നാടാണ്. അതിരാത്രം നടന്ന സ്ഥലം. 2 അതിരാത്രങ്ങൾ നടന്നു. ഒന്ന് എൻ്റെ ചെറുപ്പത്തിലാണ്, 70കളിലാണ് ആ കാലഘട്ടത്തിൽ. ഒന്ന് ഇപ്പോൾ ഈ റീസെൻ്റ് 2018 ആ കാലഘട്ടത്തിലൊക്കെയാണ് ഇറ്റ നടന്നത്. അത്ര ഒരു പുണ്യഭൂമിയാണ്, ഒരു യാഗഭൂമിയാണ്. ഞാൻ പഠിച്ചത് അവിടുത്തെ സ്കൂളിലാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ നമ്പൂതിരി സ്കൂളായിരുന്നു അത്. EMBV എന്ന് പറയും, ഇംഗ്ലീഷ് ബാലിക വിദ്യാലയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ്. അപ്പോൾ ഈ യാഗഭൂമിയോട് ചേർന്നിട്ടാണ് ആ സ്കൂളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്പൂതിരിമാരും ഒക്കെ ആയിട്ടുള്ള സ്കൂളുകളാണ്. അപ്പോൾ അവിടെയും പഠിച്ചാണ്. ഞാൻ പഠിച്ചത് അവിടെയാണ്. ആ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അയ്യപ്പങ്കാവ് ക്ഷേത്രം ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ വർഷവും ഉത്സവം നടക്കും. ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു വീട്ടിൽ, ഒരു 100-200 മീറ്റർ മാറിയിട്ടുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ റിട്ടയർഡായ അധ്യാപിക ശോഭന. അപ്പോൾ അവർ ശരിക്കും അവരിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ മാത്രമല്ല, ജനങ്ങൾ പറയുന്ന വിധത്തിലാണെങ്കിൽ കുറച്ച് വഴിവിട്ട രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയൽവാസികളുമായിട്ടൊന്നും നല്ല രീതിയിലുള്ള ബന്ധമില്ല. എല്ലാവരുമായിട്ടും വഴക്കും കാര്യങ്ങളും. അപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാറില്ല, സഹകരണമില്ലാതെ ജീവിച്ചു വരുന്ന. കുറച്ച് 2 ദിവസമായിട്ട് അവരെ കാണാത്തതിൻ്റെ പേരിൽ ആരോ കേബിൾ പൈസ പിരിക്കാൻ വരുന്നാരോ അങ്ങനെ ഏതോ ഒരാളുകൾ പോയി നോക്കിയപ്പോഴുള്ള സമയത്താണ് സംശയം തോന്നി. അവിടുന്ന് സ്മെല്ലൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പോലീസിനെ അറിയിക്കുന്നതും പോലീസ് വന്ന് നോക്കുന്നു. അപ്പോൾ പോലീസ് വന്ന് നോക്കുമ്പോൾ നഗ്നയായി, ഇങ്ങനെ അർദ്ധനഗ്നയായിട്ട്, ഡീകമ്പോസ്ഡായിട്ട് എന്ന് പറഞ്ഞാൽ അഴുകിയ നിലയിൽ ബോഡി കിടക്കുന്നത് ഹാളിലാണ് കിടക്കുന്നത്. കാലുകളൊക്കെ ഇങ്ങനെ മലർത്തിയിട്ട് ഇങ്ങോട്ട് വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്നത്. പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്കറിയാം അത് കൊലപാതകമാണ്. അതുപോലുള്ള ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ യതീഷ് ചന്ദ്ര സാർ പറഞ്ഞു, അഷ്റഫെ ഇങ്ങനെ, അപ്പോൾ എൻ്റെ വീട് അവിടെയാണെന്നുള്ളതൊന്നും യതീഷ് ചന്ദ്ര സാറിന് അറിയില്ല. ഇങ്ങനെ കൊലപാതകം ചെറുത്തി പോലീസ് സ്റ്റേഷനിൽ ലിമിറ്റിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് ആ അന്വേഷണത്തിൽ പങ്കാളികളാവണം. സ്ക്വാഡിൻ്റെ ആളുകളായതിൻ്റെ പേരിലാണ്. പോലീസ് അന്വേഷിച്ചു പ്രാഥമികമായിട്ട്. അവിടുത്തെ പഴയ ചെറുത്തി പോലീസാണ് അന്വേഷണം. സ്വാഭാവികമായിട്ട് അവിടുത്തെ CI ഒക്കെയാണ് അന്വേഷണം. എന്തായാലും സ്ക്വാഡ് ഇങ്ങനെ വലിയ വലിയ കേസുകൾ അല്ലെങ്കിൽ അതുപോലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ ജില്ലാ പോലീസ് മേധാവി അപ്പോൾ പറയും നിങ്ങളൊന്ന് പോയി നോക്ക്. DYSPയുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. DYSP പറയും അഷ്റഫ് ഒന്ന് പോയി നോക്ക്, അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അതിനാണ് ഈ സ്ക്വാഡുകാർ. അതുപോലെ തന്നെ അപ്പോൾ യതീഷ് ചന്ദ്ര സാർ പറഞ്ഞു പെട്ടെന്ന് വന്ന് നോക്ക്. അപ്പോൾ സാർ ഞാൻ പൊക്കോളാം, എൻ്റെ വീടിൻ്റെ അടുത്താണ് എന്ന് ഞാൻ വിവരം പറയുകയും ചെയ്തു. അങ്ങനെ ഞാനും സ്ക്വാഡിലുള്ള ഹബീബ്, സുദേവ്, രാകേഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലീസുകാരുണ്ട്. ഞങ്ങൾ 2-3-4 പേര് ഞാൻ ആദ്യം എത്തി. കാരണം എൻ്റെ വീടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന്, പഞ്ചായത്ത് ഓഫീസിൻ്റെയൊക്കെ ഭാഗത്തായിട്ട്. ചെന്ന് നോക്കിയപ്പോൾ ചെറുത്തി SIയും ടീമും വന്നിട്ടുണ്ട്.
നോക്കിയപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴേക്കും എസ് പി അദ്ദേഹം വന്നു. ഒരു മർഡർ കേസ് അതുപോലുള്ള കേസുകളൊക്കെ ആകുമ്പോൾ എല്ലാ മേലുദ്യോഗസ്ഥന്മാരും വരും. പരിശോധന നടത്തി എസ് പി അദ്ദേഹം പറഞ്ഞു കാര്യമായിട്ട് നോക്കണം, ആരാ എന്താണെന്ന് അറിയില്ല, കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. ആളുകൾക്കും ആർക്കും അറിയില്ല എന്താ ഉണ്ടായത്, ആരാണെന്ന്. പല ആളുകളും വന്നു പോകാറുണ്ട് അവിടെ. അത്യാവശ്യം ഇവർ മദ്യപിക്കുന്ന സ്വഭാവക്കാരിയാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്, പലരും വന്നു പോകുന്നത്. അപ്പോൾ ആ വന്നു പോകുന്നവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലൊക്കെയാണ് ഇവർ വഴക്കുണ്ടാക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അന്വേഷണം ഞങ്ങൾ നോക്കി. ആ ഒരു പ്രത്യക്ഷത്തിൽ അവിടെ ലോക്കലിലൊക്കെ അന്വേഷിച്ചിട്ടും യാതൊരു ഇതും കിട്ടിയില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ് കുറച്ച് ദിവസം. അപ്പം ദിവസങ്ങൾ ഇങ്ങനെ കഴിയുള്ളൂ. ഓരോ ദിവസം കഴിയുമ്പോൾ ആദ്യം ഇതിൻ്റെ ഈ അന്വേഷണത്തിന് പുറമെ ഇതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇൻക്വസ്റ്റ് നടത്തണം, കേസ് രജിസ്റ്റർ ചെയ്യണം, ഇൻക്വസ്റ്റ് നടത്തണം, അവർ ബന്ധുക്കളെ കണ്ടെത്തണം, കാര്യങ്ങൾ ചെയ്യണം, പല പരിസരത്തുള്ള ഓരോ ആളുകളോട് ചോദിച്ച് അങ്ങനെ അന്വേഷണം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുന്നു, സാറേ അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഒരിക്കൽ നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട്, അതൊരു ഗുരുവായൂരോ ആ ഭാഗത്ത് എവിടെ ചാവക്കാട് ഭാഗത്തുള്ള രജിസ്ട്രേഷൻ നമ്പറായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോഴേക്കും ഇവരുടെ ഫോണിൻ്റെ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിൽ ഇത് റോബറി ആണെന്ന് മനസ്സിലായി. മോഷണ സമയത്ത് കൊല്ലപ്പെട്ടായിരിക്കണം. എന്നാൽ അവരുടെ ആ ബോഡിയുടെ കിടപ്പ് കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു ശരീരബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളതായും ആ ബോഡിയുടെ കിടപ്പ് അങ്ങനെയായിരുന്നു. നാക്കഡായിട്ട് കാലൊക്കെ അങ്ങനെ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ലെവലിൽ ഇവർ കോൾ ഡീറ്റെയിൽസ് എടുത്തു. ഫോണ് നഷ്ടപ്പെട്ടിരിക്കണം. ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് നമ്മൾ സൈബർ സെൽ മുഖാന്തരം അപ്പോൾ മേടിച്ചു. അപ്പോൾ അത് മേടിച്ചിട്ട് ഇതിൻ്റെ 2 ദിവസം മുമ്പ് സ്വിച്ച് ഓഫ് ആണ് ഫോൺ. നമ്മൾ ബോഡി കാണുന്നത് അതാണ്. നമ്മൾ 2 ദിവസം മുമ്പ് ആയിട്ടാണിത് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ നിഗമനത്തിൽ എത്താനുണ്ടായ കാരണം. ഈ 2 ദിവസം മുമ്പ് ഈ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അവിടെ വിട്ട് പോയിട്ടുമില്ല. പിന്നെ പോകുന്നത് വടക്കാരി അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കേ പോയിട്ടുള്ളൂ. കൂടുതൽ ദൂരങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. അതിൽ ബി പാർട്ടി കോൺടാക്റ്റുകളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പല നമ്പറുകളുണ്ട്, കുറേ നമ്പറുകളുണ്ടല്ലോ. അപ്പോൾ ഓരോ നമ്പറുകൾ അതിൻ്റെ അഡ്രസ്സ് എടുത്തത് ആരാണ് എന്താണെന്ന് അവർ അങ്ങനെ അന്വേഷിച്ചു ഓരോന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇതേമാതിരി ഒരു നാട്ടുകാരനായ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഗുരുവായൂർ ഭാഗത്തുള്ളൊരു മോട്ടോർ സൈക്കിൾ നമ്പർ ഉണ്ടായിരുന്നു സാർ ഇവിടെ. എനിക്ക് ഗുരുവായൂർ ഭാഗത്തുള്ള ഒരു നമ്പറാണെന്ന് എനിക്ക് തോന്നിയത്. ഓരോ ആർ ടി ഓഫീസിന് ഓരോ നമ്പറുകൾ അത് പ്രകാരമാണ് പറഞ്ഞത്. വേറെ വ്യക്തമായിട്ട് അവനൊരു അറിവുമില്ല, അദ്ദേഹത്തിനൊരു അറിവുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിലത്തെ ഈ ബി പാർട്ടി കോൺടാക്റ്റ് നമ്പറുകളിലെ അഡ്രസ്സ് എടുക്കും. അതിൽ ആ ഭാഗത്ത് ചാവക്കാട് ഇളവള്ളി ഭാഗത്ത് ഉള്ളൊരു അഡ്രസ്സ് കണ്ടു. ഈ പറഞ്ഞതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് നോക്കിയത്. ഇളവള്ളി ഭാഗത്തുള്ളൊരു നമ്പർ കണ്ടു, ആ അഡ്രസ്സുള്ളൊരു നമ്പർ കണ്ടു. ആ നമ്പറുകാരൻ്റെ പേര് ബാലൻ എന്നാണ്. ബാലൻ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന നമ്പറിൻ്റെ ബാലൻ എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കണം എന്നില്ല, ആ പേരുകാരൻ തന്നെ ആയിരിക്കണം എന്നല്ല ഉപയോഗിക്കുന്നത്. ആരാണോ എന്താണോ നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ആ നമ്പറുകാരൻ അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് അന്നത്തെ ദിവസം. 2 ദിവസം മുമ്പ് സ്വിച്ച് ഓഫ് ആകുന്നതിൻ്റെ അന്ന് വരെ ഇവിടെ ഉണ്ട്. തലേ ദിവസത്തെ വന്നിട്ടുണ്ട്. അന്ന് വൈകുന്നേരത്തെ വന്നാണ് തോന്നുന്നുണ്ട് അന്ന്. എന്തായാലും ഈ ലൊക്കേഷനിൽ മറ്റേ മരണപ്പെട്ട ടീച്ചറുടെ വീടിൻ്റെ ലൊക്കേഷനിൽ ആ നമ്പർ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പിട്ടായിട്ട് ഒരു ദിവസം അന്നും വന്നിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഈ ലൊക്കേഷനിൽ. അധികം കോൺടാക്റ്റുകളില്ല ഈ നമ്പറുമായിട്ട്. ടീച്ചറുടെ നമ്പറുമായിട്ട് അധികം കോൺടാക്റ്റുകളൊന്നുമില്ല. ഒരു 3-4 നമ്പർ പ്രാവശ്യമായിട്ടേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ലൊക്കേഷനിലുണ്ട്. ലൊക്കേഷനിൽ പോയ ഫോണ് പിന്നെ ഗുരുവായൂരൊക്കെ പോയി കറങ്ങി, എറണാകുളത്തൊക്കെ പോയി, അങ്ങനെ അത് പിന്നെ ആന്ധ്രയിൽ പോയി. അങ്ങനെ അപ്പോഴേക്കും ദിവസങ്ങൾ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ആന്ധ്രയിൽ പോയി. അവിടെ നിന്ന് അങ്ങോട്ട് പോയി മറ്റേ മഹാരാഷ്ട്ര ബോർഡർ വരെ എത്തിയിട്ടുണ്ട്. ഈ സാധനം മഹാരാഷ്ട്ര ബോർഡറിലുള്ളത് ഇപ്പോൾ കറണ്ടിൽ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയാണ്. നമ്മൾ ഇയാൾ ആരാണെന്നറിയില്ല. ബാലൻ എന്നുള്ളൊരു പേരേ അറിയുള്ളൂ. അത് ഉപയോഗിക്കുന്ന ആളാരാണ്, പേരുകാരാണോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇരിക്കുമ്പോൾ ആരാണെന്നുള്ളത് വ്യക്തമാക്കണം നമുക്ക്. അപ്പോൾ അതിനുള്ള കാഫ് എടുത്തു. കാഫ് എന്ന് പറയും, കസ്റ്റമർ അപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ഫോം. അതാണ്. അതെടുത്തപ്പോൾ നോക്കിയപ്പോൾ അതും ബാലൻ അഡ്രസ്സ്, അതിൻ്റെ ഫോട്ടോ ഉണ്ടാവും അതിൽ. അതുകൊണ്ട് ആ ഫോൺ നമ്പർ അയാളെ ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. മറ്റാർക്കെങ്കിലും എടുത്തു കൊടുത്താൽ ആരെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ അതിൽ പിന്നെ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SMS-കളൊക്കെ ഉണ്ടാവില്ലേ, ബാങ്ക് SMS-കളൊക്കെ വരും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എൻ്റെ ഫോണൊക്കെ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറാണ് രജിസ്റ്റേഡ് നമ്പറെങ്കിൽ ഇതിലേക്കാണ് അക്കൗണ്ട് SMS വരിക. അങ്ങനെ SMS-കളൊക്കെ നോക്കും. അതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്.
ആ SMS നോക്കുമ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ SMS വരുന്നുണ്ട്. ആ ബാങ്കിൽ പോയിട്ട് ഈ നമ്പർ കൊടുത്തിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അതും ബാലൻ എന്നുള്ള പേര് തന്നെയാണ്. ആ ഫോട്ടോ കിട്ടി. അവിടെ നിന്നൊരു ഫോട്ടോ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പേരുകാരൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ SMS വരുള്ളൂ. അപ്പോൾ ലൊക്കേഷനായി കണ്ടു. അവിടെ തന്നെ ലൊക്കേഷൻ കാണുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാനും സുദേവും ഹബീബും രാകേഷും കൂടിയിട്ട് 4 പേര് നിങ്ങളുടെയൊക്കെ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് പോവാണ്. ഷൊർണൂർ ട്രെയിൻ കയറി. ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് തന്നെ ഉള്ളൂ. കയറിനോട് കൂടിയിട്ട് ആ ലൊക്കേഷന് മൂവ്മെൻറ്റ്സ് ഉണ്ടായി തുടങ്ങി. ആ ട്രെയിൻ മറ്റേ ആദ്യം കണ്ട ലൊക്കേഷനിലല്ല പിന്നെ കാണുന്നത്. ട്രെയിൻ അത് വേറൊരു ലൊക്കേഷനിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ട്രെയിൻ അത് സാധനം വേറെ എവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ആ ലൊക്കേഷൻ എടുത്തു. അപ്പോൾ മനസ്സിലായി ട്രാക്കുമായി ബന്ധപ്പെട്ട് റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ പുറപ്പെട്ടു. ഞങ്ങളും പുറപ്പെട്ടു, അവരും പുറപ്പെട്ടു, ആ നമ്പറും പുറപ്പെട്ടു. പിന്നെ ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ലൊക്കേഷനൊക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ട്രെയിനാണെന്ന് മനസ്സിലായപ്പോൾ ആ സമയത്ത് കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ 2 ട്രെയിനാണുള്ളത്. 2 ട്രെയിനാണ് വരുന്ന ആ സമയത്ത്. അതിൻ്റെ 2ൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ടും ഇവൻ്റെ ഈ മൊബൈലിൻ്റെ ലൊക്കേഷനും നോക്കിയിട്ട് ഞങ്ങൾ നമുക്ക് ഒരു ട്രെയിനിൻ്റെ ലൊക്കേഷനിലും ഇവൻ്റെ മൊബൈലിൻ്റെ ലൊക്കേഷനും സെയിം ആയിട്ട് വരും. അപ്പോൾ ആ ട്രെയിനിൽ ആയിരിക്കാൻ സാധ്യത എന്ന് മനസ്സിലായി. അപ്പോൾ ആ ട്രെയിൻ ഏതാന്ന് നോക്കി. ആ ട്രെയിനിൽ നോക്കിയിട്ട് അതിൻ്റെ കേരളത്തിലേക്ക് വരുന്ന ട്രെയിനാണ് മനസ്സിലായി. അപ്പോൾ ആ ട്രെയിനിൻ്റെ ലൊക്കേഷനിലാണ് മൊബൈലിൻ്റെ ലൊക്കേഷനും വരുന്നത്. ഉടനടി അതിൻ്റെ ചാർട്ട് എടുത്തു. അതൊക്കെ നമ്മൾ ഒരു ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞപ്പോൾ കാര്യങ്ങളെടുത്ത് ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ ആ ചാർട്ട് ചെയ്തതിലൊന്നും റിസർവ് ചെയ്തിട്ട് വന്നിട്ടില്ല. ഈ ബാലൻ ഈ അഡ്രസ്സുകാരനില്ല ജനറൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരിക്കും വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അനലൈസ് ചെയ്ത് എത്തിയപ്പോൾ അത് സേലത്തെത്തി, ഞങ്ങൾ തിരുപ്പൂരെത്തി. ഇനി അത് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും വിടും, ഞങ്ങൾ ഇങ്ങോട്ടും വിടും, 2 പേർക്കും ബന്ധപ്പെടാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും എന്ന് മനസ്സിലായി. ലൊക്കേഷൻ മാറിയില്ല. ഞങ്ങൾ ഞാൻ തിരുപ്പൂർ ഇറങ്ങിയപ്പോൾ ആ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ അത് വരുന്ന പ്ലാറ്റ്ഫോം നോക്കി അങ്ങോട്ട് മാറി കയറി ആ ഭാഗത്തേക്ക് ഞങ്ങൾ അത് നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെന്നുള്ള ഉദ്ദേശത്തിൻ്റെ മുകളിൽ 2 ആൾ ഫ്രണ്ടിലും 2 ആൾ ബാക്കിലും നിന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലും ബാക്കിലുമാണല്ലോ. അങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ടീം കയറി, ഞാനും വേറെ ആളും കൂടിയിട്ട് ബാക്കിൽ നിന്നു. ബാക്കിൽ 2ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ സൈഡ് സീറ്റിൽ ട്രെയിൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ ഇവനിരിക്കും. എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. നമ്മുടെ ഈ ഫോട്ടോ ബാങ്ക് ഫോട്ടോ ഉണ്ട്, കാഫിലെ ഫോട്ടോ, മറ്റേ ഫോട്ടോ ഒക്കെ ക്ലിയർ ഫോട്ടോ ആണല്ലോ. അത് പ്രകാരമുള്ള കറക്റ്റായിട്ട് ഇവനിരിക്കുന്നു. ഞാൻ നേരെ അതിൽ കയറി. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. മെല്ലെ അവിടെ നിന്നിട്ട് എൻ്റെ നമ്പറിൽ നിന്ന് അയാളുടെ നമ്പറിലേക്ക് അടിച്ചു വരുമ്പോൾ ആൾ ഫോൺ എടുത്തു. ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്തു. പിന്നെ അത് ബ്ലോക്കാക്കി വെച്ചു. അത് വിളിച്ചു പറഞ്ഞു മറ്റേ ആ ട്രെയിനിൽ കയറിയവരോട് പറഞ്ഞു, അല്ല ഫ്രണ്ടിൽ കയറിയവർ പറഞ്ഞു ആളിവിടെ ഉണ്ട്, ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നു. നല്ല തിരക്കാണ്. അവനവിടെ ഇരിക്കുന്നുണ്ട്, സൈഡ് സീറ്റിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. കുറച്ചങ്ങ് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു. ആളവിടെ ഇരുന്നു, അതിലപ്പുറത്ത് ഒരാളിരുന്നു, അപ്പുറത്ത് ഞാനിരുന്നു. മറ്റൊരപ്പോഴേക്കും അവിടെ നിന്ന് വന്ന് അവരും കയറിയിരുന്നു. 4 പേരും അവിടെ ഇരുന്നു. പിന്നെ അനങ്ങാനും പോയില്ല. അവനെ നിരീക്ഷിച്ചിട്ട് അവിടെ ഇരുന്നു. ആളുകളൊക്കെ മുകളിലും കിടക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. പാലക്കാട് എത്തിയപ്പോൾ അവൻ എണീറ്റു. അപ്പോൾ ഞാൻ വിളിച്ചു, ബല എന്ന് വിളിച്ചു. എന്ന് വിളിയിട്ടു. എന്തേ എന്ന് വിളിച്ചു. അപ്പോൾ ആ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഇരിക്കും, പോകണ്ട എന്നിട്ട് അവിടെ പിടിച്ച് നിർത്തി. അപ്പോൾ തന്നെ വിലങ്ങ് വെച്ചു. അവനൊന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടല്ലേ. അപ്പോഴാണ് ഈ പരിസരത്തിരിക്കുന്ന ആളുകളും യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്ത് പറ്റി, ഇത് ഇത്ര നേരം ഇവിടെ നിന്ന ആളുകളാണല്ലോ, ഇപ്പോൾ വിലങ്ങ് വയ്ക്കുന്നു, മറ്റേ ആൾ അവിടെ വന്നിരിക്കുന്നു, സംശയമൊന്നുമില്ല. അവിടെ വിലങ്ങ് വെച്ച് അവിടെ മിണ്ടി, ഒരക്ഷരം മിണ്ടിയില്ല. ഈ ബാലൻ എന്ന് പറഞ്ഞ ഒരു അക്ഷരം മിണ്ടിയില്ല. വിലങ്ങ് വെച്ച് വിടുമ്പോൾ എന്താ സാറിന് ചോദിച്ചു. ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും മിണ്ടിയില്ല. അങ്ങനെ വന്ന് നേരെ ഷൊർണൂർ വന്ന് ഇറങ്ങി. അവിടെ SI വണ്ടിയായിട്ട് വന്നിരുന്നു, ചെറുതി SI വണ്ടിയായിട്ട് വന്നിരുന്നു. നേരെ വരെ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടുവന്നു. ചോദിക്കേണ്ടതൊന്നും വന്നില്ല, ഞങ്ങൾക്ക് പറഞ്ഞു ഒന്നും പറയേണ്ടും വന്നില്ല. ബാഗ് പരിശോധിച്ചപ്പോൾ ഈ സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. ബാഗിനകത്ത് മൊബൈൽ ഫോണുണ്ട്, ആഭരണങ്ങൾ ഫുള്ളായിട്ടുണ്ട്. ആ ആഭരണങ്ങൾ ഈ ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് അതിന് കൊന്നതാണ്. ആഭരണങ്ങളൊക്കെ മുക്കുകൊണ്ടങ്ങളായിരുന്നു.
അങ്ങനെ അബദ്ധം പറ്റിയതാണ്. അങ്ങനെ അവനെ കാര്യങ്ങൾ ചോദിച്ചു. അവൻ ആക്റ്റായിട്ട് പറഞ്ഞു ഇവർ ഈ സ്ത്രീയെ വടക്കാനരി വെച്ചിട്ട് ആദ്യം പരിചയപ്പെട്ടതാണ്. പെൻഷൻ മേടിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ബാലൻ ഒരു മിലിറ്ററിക്കാരനാണ്, എക്സ് സർവീസ് മാനാണ്. അതിനുശേഷം അയാൾക്ക് മഹാരാഷ്ട്രയിലോ അവിടെ ഫോറസ്റ്റിലോ അതേപോലെ ഇലക്ട്രിസിറ്റിയിലോ എന്തിലോ ജോലി കിട്ടി. ആ ജോലി അവിടെ നിന്ന് റിട്ടയർഡായി. കുടുംബമായിട്ട് അത്ര ചർച്ചയിലെല്ലാം ജീവിച്ചു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യും, അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കും, കള്ളു കുടിക്കും, ഏതെങ്കിലും ലോഡ്ജുകളിൽ താമസിക്കും, അങ്ങനെ ജീവിതം നീക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ ബാലൻ. ആരുമായിട്ടും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടക്കാനരി വെച്ചിട്ട് ഈ സ്ത്രീയുമായി പരിചയപ്പെടുന്നത്, ഈ ടീച്ചറുമായിട്ട്. ടീച്ചറെ പരിചയപ്പെട്ട് ടീച്ചർ വിളിച്ചു, ടീച്ചറുടെ വീട്ടിലേക്ക് വന്നു. മദ്യപിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, മറ്റുള്ളതിന് ഉള്ള സൗകര്യങ്ങൾ കൊടുക്കും. സാധാരണ ആളുകൾക്ക് അതൊരു ഇടത്താവളം പോലെയായിരുന്നു. ചില കപ്പിൾസൊക്കെ വരും. കപ്പിൾസ് മീൻസ് ഇതുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാനും ഒപ്പം കഴിയാനുള്ള സൗകര്യം കിട്ടും, മദ്യപിക്കാനും കിട്ടും, ഒപ്പം ടീച്ചർക്ക് മദ്യപിക്കാനും. അങ്ങനെയാണ് കഴിഞ്ഞു പോന്നിരുന്നത് അവിടെ. ജനങ്ങളുടെ സംസാരം അങ്ങനെയാണ്. അപ്പോൾ ഇവനും അങ്ങനെ വന്നു, ഇവനായിട്ട് പരിചയപ്പെട്ടു, ഇവനും അങ്ങനെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നു, ഇതേപോലെ ഇരുന്ന് കള്ളി പിടിക്കലും കാര്യങ്ങളൊക്കെ ടീച്ചറുടെ കൂടെ കഴിയലും കഴിഞ്ഞിട്ട് പോയി. പിന്നെ വീണ്ടും വന്നിട്ടുള്ള ദിവസമാണ്. പിന്നെ അടുത്ത ആഴ്ച 2 ആഴ്ചത്തെ കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത്. അപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ഇതേമാതിരിക്ക് കള്ളുകൂടി സ്ത്രീയെ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടലും കഴിഞ്ഞതിന് ശേഷം ആ ബന്ധപ്പെട്ട ആ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഡീകമ്പോസറായിട്ട് പറഞ്ഞില്ലേ, നാക്കഡായിട്ട് കിടക്കുന്നു പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് അവൻ അമ്മിക്കുട്ടി എന്നൊക്കെ പറയും, അതെടുത്ത് തലയ്ക്ക് കുത്തിയിട്ടാണ് കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് ഈ ആഭരണങ്ങളൊക്കെ ഊരിയിട്ട് മൊബൈൽ എടുത്തിട്ട് പോയതാണ്, വാതിലടച്ചിട്ട് പോയി ആൾ. അതുകൊണ്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് ഇത് മുക്കുവണ്ടാന്ന് മനസ്സിലായത്. എവിടെ കൊണ്ടുപോയി? എറണാകുളത്തോടെ കൊണ്ടുപോയി. അതങ്ങനെ മുക്കുവണ്ടാന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതും കൈപിടിച്ചിട്ട് ആൾ നേരെ ആന്ധ്രയ്ക്ക് പോയി. ഈ ആന്ധ്രയിൽ മഹാരാഷ്ട്രയാണ്, ബോർഡറാണ്, ആന്ധ്രയുടെയും മഹാരാഷ്ട്ര ബോർഡറായിട്ട് അവിടേക്കാണ് പോയത്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നത് ഇതാണ് കേസ്. അപ്പം അതിൽ ഞങ്ങൾക്ക് അധികം മെനക്കേടേണ്ടി വന്നില്ല. എന്നാലും അത് നല്ലൊരു കേസാണ്. നമുക്കത് ഒന്നുമില്ലാത്ത കേസല്ലേ, യാതൊരു കണ്ടവരില്ല, തെളിവുകളില്ല, ആരാണെന്നറിയില്ല, ഒരു ഐഡിയ ഇല്ലല്ലോ. കത്തി ഉപയോഗിച്ചിട്ടൊന്നല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആര് വന്നു എന്ത് വന്നു, ഇവരായിട്ട് ഇയാളായിട്ടാണ് അധികം കോണ്ടാക്റ്റും ഇല്ല. 2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു മോട്ടോർ സൈക്കിൾ വന്നത് ഇയാളെന്നല്ല. മോട്ടോർ സൈക്കിൾ ഗുരുവായൂർ രജിസ്ട്രേഷൻ നമ്പർ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അയാൾ വേറെ ഏതോ നമ്പർ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഈ അഡ്രസ്സ് ഒരുമിച്ച് വന്നതാണെന്ന് മാത്രം. ഇളവള്ളി അഡ്രസ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് അത് വെരിഫൈ ചെയ്താ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അതിൻ്റെ കുറ്റപത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷൻ വർക്കൊക്കെ ചെയ്യുന്നത് സ്റ്റേഷനിലാണ്. അവരൊക്കെ ചെയ്ത് ചാർജ് കുറ്റപത്രമൊക്കെ കൊടുത്തു. ഇപ്പോൾ ആൾ സ്വാഭാവിക ജാമ്യത്തിലാണ്. കേസ് ട്രയലിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളെയൊക്കെ പിടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ ഡിലേ വരും. ചില കേസ് ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു കേസാണ് ഇപ്പോൾ കോടതി വിളിച്ചിരിക്കുന്നത് നമ്മളെ. അപ്പോൾ അതുപോലെ ഇത് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ജാമ്യത്തിലാണ് ആൾ. പിന്നെ ജാമ്യത്തിൽ ഒരിക്കൽ ഒപ്പിടാൻ വരുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നെ ആ കേസുകളൊക്കെ ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിലാണ്. അതാണ് ഈ ശോഭ ടീച്ചറുടെ പാഞ്ഞാൾ കേസ്. പാഞ്ഞാൾ എന്ന് പറഞ്ഞാൽ അതിരാത്രത്തിൻ്റെ നാളാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിരവധി സിനിമകൾ എടുത്തിട്ടുണ്ട് അവിടെ. വലിയേട്ടൻ തുടങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെയും മമ്മൂട്ടി എല്ലാവരുമായിട്ടുള്ള നിരവധി സിനിമകളൊക്കെ എടുത്തിട്ടുള്ള നല്ലൊരു ഗ്രാമമാണ് ഞങ്ങളുടെ ആ ഗ്രാമം. അവിടെ നിന്നാണ് ഈ സ്വന്തം നാട്ടിൽ അങ്ങനെ മറ്റുള്ള നാടുകളിൽ പോയിട്ട് കൊലപാതകം തെളിയിക്കുന്ന കേസുകൾ തെളിയിക്കുന്ന പോലെ എൻ്റെ നാട്ടിലും എൻ്റെ ഗ്രാമത്തിലും ഒരു കൊലപാതകം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്.